സ്ത്രീയെ സംബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഒരു പരിക്കളുണ്ടായി അത് അവിടെ പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ അന്നത്തെ വൈദ്യന്മാർ അത് കാലിൽ കൊണ്ടുവന്ന് പൊട്ടിക്കും. അതിനുള്ള കഴിവുണ്ട് അവർക്ക്. ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ആയുർവേദം ഉള്ളൂ. ഈ MRI സ്കാനിംഗ് ഒക്കെ വന്നിട്ട് എത്ര കാലമായിട്ട്? വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ ചികിത്സ നേടിയവർ പറയുന്നു ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല. നമ്മൾ ഇന്ന് പറഞ്ഞ ഇന്നസെന്റ് സാർ പറഞ്ഞത് ക്യാൻസർ നമ്മൾ പേടിക്കുകയല്ല വേണ്ടേ, ക്യാൻസർ നമ്മളെ പേടിക്കണം. അതിപ്പോൾ ക്യാൻസർ ആണെങ്കിലും ആസ്മ അലർജി ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഒരു രോഗം നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭയക്കുകയില്ല വേണ്ടത്. രോഗത്തെ നമ്മൾ കൊല്ലണം, രോഗം നമ്മളെ കൊല്ലരുത്. അതിനുവേണ്ടി സെന്റ് പോൾ ഫാർമസി ഇത് ഇത്രയും കാലം നിലനിൽക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ള അതിഥി സെന്റ് പോൾ ഫാർമസിയുടെ ഇപ്പോഴത്തെ സാരഥിയായ എൽദോസ് വൈദ്യരാണ്. അപ്പോൾ വൈദ്യർക്ക് നമ്മളുടെ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വൈദ്യരോട് ഫാർമസിയെ പറ്റി ചോദിച്ചറിയാം. അപ്പോൾ ഡോക്ടർ സെന്റ് പോൾ ഫാർമസിയെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അതാണിപ്പോൾ പ്രേക്ഷകർക്ക് കാണാനുള്ളത്. സെന്റ് പോൾ ഫാർമസി സ്ഥാപിതമായിട്ട് 1920 ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം 126 കൊല്ലമായി അതായിട്ട്. എൻ്റെ പിതാമഹൻ കോരവൈദ്യനാണ് തുടങ്ങി വെച്ചത്. അത് കോരവൈദ്യനിൽ നിന്ന് എൻ്റെ ഫാദർ പൗലോസ് വൈദ്യനിലേക്ക് വന്നു. അവർ രണ്ടുപേരും രജിസ്റ്റേർഡ് വൈദ്യന്മാരായിരുന്നു. കൊച്ചിൻ ട്രാവൻകൂർ കൗൺസിലിൽ അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്നിലേക്ക് വന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് 4ാമത്തെ തലമുറ എൻ്റെ മകള് മറ്റേ ഗ്രീഷ്മ യേവൈ, അവൾ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ നങ്ങേലി ആയുർവേദ കോളേജിലാണ് പഠിച്ചത്, തൊട്ടടുത്താണല്ലോ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ അശ്മന്നൂർ പഞ്ചായത്തിൽ, ഈ അശ്മന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, കോതമംഗലത്ത് നിന്ന് 8 കിലോമീറ്റർ, ഓടക്കാലിക്ക് അടുത്താണ് പനിച്ചയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഇത് സ്ഥാപിതമായത്. 26 വർഷം മുന്നേ. അതെ അതെ അതെ. കൊരവൈദ്യനായിട്ട് തുടങ്ങി. പിന്നെ പൗലോസ് വൈദ്യൻ, എൽദോസ്. അപ്പോൾ അന്ന് സ്ഥാപിതമായ സമയത്ത് ഒരു ചെറിയ ഒരു ഫാർമസിയായിട്ട് തുടങ്ങി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫാർമസി എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളല്ലേ ഉള്ളൂ. വഴിയില്ല, ഫോണില്ല, വണ്ടിയില്ല, കാളവണ്ടി പോലുമില്ല. എല്ലാവരും നടന്നു തന്നെയാണ് വന്നത്. ഇപ്പം മരുന്നിന് വരുന്നവർ വിറകും അരിയും മറ്റേ പായൊക്കെ ആയിട്ട് തലയിൽ ചോന്ന് വരും. ചോന്ന് വന്നു വെച്ചാൽ അവർ അവിടെ കാലഘട്ടത്തിൽ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുക. അവിടെ തന്നെ കിടന്ന് സൗകര്യമായിട്ട് അതിന് ഒരുവിധം ഫലപ്രാപ്തി കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. 7 ദിവസം 8 ദിവസമൊക്കെ കിടന്ന് അങ്ങനെയുള്ള അതിനുള്ള സൗകര്യങ്ങളേ ഒന്നുള്ളൂ. അല്ലാതെ വേറെ എന്താ, നമ്മുടെ ഒരു ഡെവലപ്മെൻ്റ് അല്ലല്ലോ അതിനകത്ത്. അത് പോരാതെ ഉൾപ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആർഷഭാരതത്തിൽ, കേരളത്തിൽ ഇങ്ങനെ പാരമ്പര്യമായി ഒത്തിരി കാര്യങ്ങൾക്കുണ്ടായിരുന്നു. കണ്ണിനുണ്ടായിരുന്നു, ത്വക്കിനുണ്ടായിരുന്നു, വ്രണങ്ങൾക്കുണ്ടായിരുന്നു, പരുക്കൾക്കുണ്ടായിരുന്നു, ഒടിവിനുണ്ടായിരുന്നു, ചതവിനുണ്ടായിരുന്നു, മൂക്കിനുണ്ടായിരുന്നു, ചെവിക്കുണ്ടായിരുന്നു, അണ്ണാക്ക് അല്ലെങ്കിൽ ഉണ്ണാക്കെന്ന് പറയും, തിരുവനന്തപുരം ഭാഷ ഉണ്ണാക്കെന്നാണ്. ടോൺസിലിനുണ്ടായിരുന്നു, മറ്റേ തലവേദനയ്ക്കുണ്ടായിരുന്നു, ചിലർക്ക് മൈഗ്രെയിൻ ഉണ്ടാകാം. അപ്പോൾ അക്കരെ അന്ന് ഇതുപോലുള്ള സംവിധാനമല്ല. ഇപ്പോൾ വില്യാപ്പനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ കോഴിയിറച്ചി കഴിച്ചു കോരവൈദ്യൻ്റെ സമയത്ത്. അപ്പോൾ ഒരു കഷ്ണം എല്ലിങ്ങനെ തറഞ്ഞിരുന്നു. എക്സ്റേ ഇല്ല, സ്കാനിങ് ഇല്ല, ECG ഇല്ല. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, റാന്തൽ വിളക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അത് നിങ്ങൾ പഴയ കാലങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് പോയി ഒരു മരുന്ന് പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഇല അങ്ങ് അരച്ചിട്ടു. ഇവിടെ തൊണ്ട ഇങ്ങനെ കോളുവായ എന്ന് പറയും. അതും കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല അങ്ങനത്തെ ഓരോ വാക്കുകളൊക്കെ. കോളുവായ ഇങ്ങനെ വീർത്തു വരും. കാരണം മുള്ളവിടെ ഇരിക്കുകയല്ലേ, എല്ലിരിക്കുകയല്ലേ. അതരച്ചിട്ടു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതങ്ങ് കക്കിപ്പോയി. അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ, ഇപ്പോഴും ഉണ്ട്. ആ ചെടി അവിടെ ഉണ്ട്. എന്നെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, കണ്ടിട്ടുമില്ല. നിങ്ങളത് ഒരുപക്ഷെ കണ്ടിട്ടില്ല. ഇനി ഒരു ദിവസം അവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ചെടി. അതിൻ്റെ പേര് പറഞ്ഞാലും അത് അതിനോട് അത്ര സാമ്യമുള്ള വല്ല വൈദ്യന്മാർക്ക്, പ്രായമുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ ഇവിടെ ഒരു പരുവുണ്ടായി, ഒരു കുരുക്കളുണ്ടായി അല്ലെങ്കിൽ പരുവുണ്ടായി, അത് അവിടെയല്ല പൊട്ടിക്കുന്നത്. കാരണം അത് ചിലപ്പോൾ അസ്ഥാനത്തായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഒരു പരിക്കളുണ്ടായി അത് അവിടെ പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ അന്നത്തെ വൈദ്യന്മാർ അത് കാലിൽ കൊണ്ടുവന്ന് പൊട്ടിക്കും. അതിനുള്ള കഴിവുണ്ട് അവർക്ക്. ഇപ്പോൾ ഈ നമ്മുടെ ഈ പുറവളയും ഈ വെട്ടാവളേൻ്റെ കൂട് കണ്ടിട്ടില്ലേ, ഈ മണ്ണിങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ അതിന് 2-3 ദ്വാരങ്ങളൊക്കെ ആയിട്ട് പഴയ വീടുകളിലൊക്കെ ഇരിക്കുന്നത്, അത് പറിച്ചെടുത്തിട്ട് അത് പാലിൽ പുഴുങ്ങിയാണ് നമ്മളതിന് ചുറ്റും ഇടുന്നത്. അതിൻ്റെ കൂടെ മരുന്നും കൂട്ടും. മനസ്സിലായില്ലേ? ഒന്നുമില്ല അത് വറ്റിച്ച് കളയും അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയും. അപ്പം ഞങ്ങൾ ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ ഈ 110 പറഞ്ഞാൽ പലതും അന്യം നിന്നുപോയി. അമൂല്യമായ നിധികളായിരുന്നു ആയുർവേദത്തിൽ. കാരണം ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ആയുർവേദം ഉള്ളൂ. അപ്പോൾ ഇത് ശരിയായി കൊണ്ടു നടന്ന ആളുകളില്ല, അതുകൊണ്ടാണ്. അല്ല, എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളായിരിക്കാം, അവരെ കല്യാണം കഴിച്ചു വിട്ടു, അല്ലെങ്കിൽ അവർ എബ്രോഡ് പോയി, ചിലർ ഈ വൈദ്യൻ പെട്ടെന്ന് മരിച്ചു പോയി, ചിലത് ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ഞങ്ങളുടെയൊക്കെ താളിയോലകൾ വീട്ടിലുണ്ടായിരുന്നൊക്കെ ചെതൽ പിടിച്ചു പോയി. കാരണം തേക്കാത്ത വരികയാണല്ലോ. അന്നൊക്കെ സിമെൻറ്റിൻ്റെ അത്ര ഒന്നും ലഭ്യതയായി തുടങ്ങിയില്ല. പഴയ വീടുകളൊക്കെ അങ്ങനെയാണ്, മൺവീടുകളായിരുന്നു.
അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് ഏറ്റെടുക്കാൻ ആരുമില്ല. പിന്നെ ഈ ആയുർവേദം കുറേ കാലഘട്ടങ്ങൾ താഴേക്ക് പോയി. അപ്പോഴേക്കും മറ്റുള്ള ശാസ്ത്രമേഖലകൾ മുന്നോട്ട് പോകും. പക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു തീരെ നഷ്ടമല്ലേ അത്? നമുക്ക് എന്തോരം അറിവുകളുണ്ട്, അറിവുകളെല്ലാം തന്നെ ഇല്ലാതായി പോയില്ലേ? അത് പക്ഷേ നമ്മൾ പലർക്കും മലയാളികൾക്ക് തോന്നുന്നത് പലരും പറഞ്ഞ് ആയുർവേദം കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 47 കൊല്ലം മുമ്പ് പെരുമ്പാവൂർ ഒരു താലൂക്ക് ആശുപത്രി ഒരു കുറുപ്പ് ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ മോഡേൺ മെഡിസിനിൽ. അതിപ്പോൾ ഇഷ്ടംപോലെ ആശുപത്രികളായി. അതിനു മുമ്പുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടതും അല്ലെങ്കിൽ ചികിത്സിച്ചതും അവരുടെ അസുഖം മാറ്റിയതും ഒടിവും ചതവൊക്കെ വന്നപ്പോൾ ഒരു എക്സ്റേ ഇല്ല, സ്കാനിങ്ങും ഇല്ല, ECG ഇല്ല. അതൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? കൂടി വന്ന ഒരു 35 കൊല്ലമായിട്ടുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ബോംബെയിലോ ഡൽഹിയിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രമാത്രം സുലഭമൊന്നും ആയിരുന്നില്ല. ഈ MRI സ്കാനിങ് ഒക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട്? വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ ഇപ്പോൾ ഇവിടെ ഒന്ന് ഒടിഞ്ഞ് അവിടെ ചെന്നു, ഏതെങ്കിലും ഒരു വൈദ്യശാല ചെന്നു, അവർ 2 അലക് വെച്ച് കെട്ടുക എന്ന് പറയും. 2 മരക്കഷ്ണം ഇങ്ങനെ ചീമ്പി ഇങ്ങനെ കെട്ടി വിട്ടു. അത് കുറേ കുഴമ്പോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും പുരട്ടി അതിനെന്തെങ്കിലും കഴിക്കാനുള്ള മരുന്ന് ഉള്ളിൽ കൊടുത്തു. അത് ഒരു ദിവസം, ഒരു 10-15 ദിവസം 16 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറയും കെട്ടഴിക്കാമെന്ന് അതിന് പറഞ്ഞാൽ. കൃത്യമായിട്ട് അവിടെ ജോയിൻ ആവുമോ? ഇന്നത്തെ കാലത്ത് പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു 45 വയസ്സ് 65 വയസ്സുള്ള ആളുകളെല്ലാം അന്ന് അവലംബിച്ചിരുന്നത് ഇതായിരുന്നു. മനസ്സിലായില്ല? അപ്പോൾ അത് ടോൺസലിനുണ്ടായിരുന്നു, കണ്ണിനുണ്ടായിരുന്നു, പരുക്കൾക്കുണ്ടായിരുന്നു, വ്രണങ്ങൾക്കുണ്ടായിരുന്നു, ത്വക്കിനുണ്ടായിരുന്നു, ഒടിവിനുണ്ടായിരുന്നു, ചതവിനുണ്ടായിരുന്നു, കല്ലിനുണ്ടായിരുന്നു, പലതിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 126 വർഷമായിട്ടും ആസ്മയ്ക്കും അലർജിക്കും സെൻറ്റ് പോൾ ഫാർമസി അല്ലെങ്കിൽ ആയുർവേദ, ഞങ്ങളിപ്പോൾ അത് ആയുർവേദമാക്കി. അപ്പോൾ അപ്പച്ചനും വല്യാപ്പനൊക്കെ അവരിട്ടിരിക്കുന്ന രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന സെൻറ്റ് പോൾ ഫാർമസി നേരെ 2 വിങ്ങായിട്ട് പ്രവർത്തിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നത്. സെൻറ്റ് പോൾ ഫാർമസി ഉണ്ട്, സെൻറ്റ് പോൾ ആയുർവേദയുണ്ട്. വൈദ്യുതി നമ്മുടെ ഈ മരുന്നുകൾ സെൻറ്റ് പോൾ ഫാർമസി അല്ലെ സെൻറ്റ് പോൾ ആയുർവേദ അല്ലെ മരുന്നുകൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് 15,000 സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അതെവിടെയായിട്ടാണ്? അതെൻ്റെ നാട്ടിൽ അശ്വന്നൂർ പനിച്ചയം എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. നമ്മുടെ ബഹുമാനായ മൺമറഞ്ഞു നമ്മളിൽ നിന്ന് വേറെ കഴിഞ്ഞ വർഷം മാറിപ്പോയ മുൻ മുഖ്യമന്ത്രി എത്രയും ബഹുമാനിക്കുന്ന ആദരണീയ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറാണത് ഉദ്ഘാടനം ചെയ്തത്, പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ രോഗത്താൽ പലരും കല്യാണം കഴിക്കാത്തവരുണ്ട്, വിവാഹം പിന്നെ അവർ വ്യത്യസ്തമായ ജീവിത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട്, പഠനം ഉപേക്ഷിക്കുന്നവരുണ്ട്, ജോലി ഉപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളിതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റ് പോൾ ഫാർമസി അല്ലെങ്കിൽ ആയുർവേദ. ആസ്മ അലർജി ഞങ്ങളുടെ ചികിത്സ നേടിയവർ പറയുന്നു ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല. ഏത് രോഗമാണെങ്കിലും മാറാ രോഗമല്ല എന്ന് ചിന്തിക്കണം. ഇപ്പോൾ നമ്മളിന്ന് മൺമറഞ്ഞ ഇന്നസെൻ്റ് സാറ് പറഞ്ഞത് എന്നാ വെച്ചാൽ ക്യാൻസറും പുള്ളി പറഞ്ഞല്ലോ. അതിന് ക്യാൻസർ നമ്മൾ പേടിക്കുകയല്ല വേണ്ടേ, ക്യാൻസർ നമ്മളെ പേടിക്കണം. അതിപ്പോൾ ക്യാൻസർ ആണെങ്കിലും ആസ്മ അലർജി ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഒരു രോഗം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭയക്കുകയില്ല വേണ്ടത്. പലരും പറയാറുണ്ട് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നാൽ ഉടനെ കയറി കിടക്കും. ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് ക്ഷീണമായിട്ട് അതുങ്ങളോട്ട് പറ്റില്ല. അപ്പോൾ ഈ മാതാപിതാക്കൾ അതിനെ കുറ്റപ്പറയും. ഇവന് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അടവുകൊണ്ട് കയറി കിടക്കും. ഒരിക്കലുമല്ല, ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് ക്ഷീണിച്ച് കിടക്കുന്നതാണ്, അവർക്കൂടെ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. ചിലർ പറയും ഞാൻ ഈ ജോലി ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പറഞ്ഞാൽ പലരും ജോലി വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോരും. ഞങ്ങൾ അവരോട് പറയാറുണ്ട് ഒരു കാരണവശാലും ജോലി ഉപേക്ഷിക്കരുത്. കാരണം 45 വയസ്സായ ഒരാൾ ജോലി ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിൻ്റെ റിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് വയ്ക്കുക, അങ്ങനെ ഇനി എന്ത് പണി പിടിക്കാനാണ്? ഒരിക്കലും ആ ജോലി കളയാതെ അതിനാണ് സെൻറ്റ് പോൾ ഫാർമസി പറയുന്നത് ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഞങ്ങളുടെ മരുന്ന് കഴിച്ചില്ലയോ എന്നുള്ളതല്ല എൻ്റെ ആ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. രോഗത്തെ നമ്മൾ കൊല്ലണം, രോഗം നമ്മളെ കൊല്ലരുത്. അപ്പോൾ അതിനുവേണ്ടി സെൻറ്റ് പോൾ ഫാർമസി ഇത്രയും കാലം നിലനിൽക്കുന്നു. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തലങ്ങളിലുള്ള ഇപ്പോൾ ജോലിയാണെങ്കിലോ വിദ്യാഭ്യാസമാണെങ്കിലോ കല്യാണമാണെങ്കിലോ ഇതൊന്നും വേണ്ടാന്ന് വെക്കുകയല്ല. നിങ്ങൾക്ക് സെൻറ്റ് പോൾ ഫാർമസിയിലേക്ക് ധൈര്യമായിട്ട് കടന്നു വരാം. ഞങ്ങളുടെ പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയിൽ 5-8 കൂട്ടം മരുന്നുകളുണ്ട്. കഫത്തിനൊരു മരുന്നുണ്ട്, കർപ്പൂരക ദ്രാവകം, അലർജിക്ക് രുദ്രാദി കാതെന്നും പറഞ്ഞൊരു കഷായമുണ്ട്. പിന്നെ അമൃതകാസിനി എന്ന് പറഞ്ഞ ചുമയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. വായു സംബന്ധമായ ഒരു ഗുളിക 6 അരിയാതി എന്ന് പറഞ്ഞൊരു ഗുളിക, 2 എണ്ണകളുണ്ട്, തുമ്മലിൻ്റെ എണ്ണയും ശ്വാസമുട്ടലിൻ്റെ എണ്ണയും. പിന്നെ ഇതിൻ്റെ കൂടെ ത്വക്ക് രോഗങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പടവല തിക്തം എന്ന് പറഞ്ഞൊരു കഷായമുണ്ട്. അപ്പോൾ ഒരു 15 ദിവസം കഴിക്കാം, കുറഞ്ഞില്ലെങ്കിൽ ഒരു 15 ദിവസം കൂടെ കഴിക്കാം. ചോദ്യം കൂടെ, അപ്പം ഈ സെൻറ്റ് പോൾ ഫാർമസിയിൽ വികസിപ്പിച്ചെടുക്കുന്ന ഈ മരുന്നുകൾ പുറത്ത് കിട്ടുന്ന മരുന്നുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ല, അത് ഞങ്ങളുടെ പേറ്റൻ്റ് ആയിട്ടുള്ള മരുന്നല്ലേ.
തലമുറകളായിട്ട് ഞങ്ങൾക്ക് മാത്രമേ പ്രത്യേക ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ യോഗങ്ങൾ അവർക്കറിയില്ലല്ലോ മറ്റുള്ളവർക്ക്. ഇപ്പം കനകാസം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എനിക്കും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊരു വൈദ്യനും ഉണ്ടാക്കാം, ഡോക്ടർക്കും ഉണ്ടാക്കാം. ആ സഹസ്രയോഗത്തിൽ ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇത് ഇപ്പം പലതിനും ഉണ്ടല്ലോ. ആയുർവേദത്തിൽ അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. ഇപ്പോൾ ഒരു കേരളത്തിലൊരു വലിയൊരു ഹോസ്പിറ്റലിൽ വേറൊരു വിങ്ങായിട്ട് ഉണ്ടല്ലോ. അതെ അതെ അതെ, മനസ്സിലായില്ലേ? അവരതിനെ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആസ്മയ്ക്ക് അലർജിക്കും പ്രത്യേക മരുന്നിന്റെ പ്രത്യേകതയും ട്രീറ്റ്മെന്റിന്റെ രീതികളുടെ പ്രത്യേകതയും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം എണ്ണ വെക്കുന്ന ഏകാദശി, ദ്വാദശി, ത്രയോദശി അങ്ങനെ ലോകത്ത് വേറൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. സെൻറ്റ് പോൾ ആയുർവേദിക്കോ അല്ലെങ്കിൽ സെൻറ്റ് പോൾ ഫാർമസിയുടെ മാത്രമാണ്. അപ്പോൾ 126 വർഷമായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഈ രോഗത്താൽ ഭാരപ്പെടുന്ന ആരുണ്ടെങ്കിലും ധൈര്യമായിട്ട് കടന്നു വരിക. ഒരു മാസം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ പിന്നെ കഴിക്കും. അപ്പോൾ ഇനിയും സെൻറ്റ് പോൾ ഫാർമസി ഇപ്പം 126 വർഷമായി. ഇനിയും മുന്നോട്ടേക്ക് പോയി ഒരുപാട് 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 വർഷങ്ങൾ തലമുറയെ മുന്നോട്ടേക്ക് പോയി. എൻ്റെ IP പണിതുകൊണ്ടിരിക്കുക. IP 25,000 പേഷ്യൻസിനെ കിടത്തി ചികിത്സ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുക. പണി ഏതാണ്ട് 3 നിലയുടെ വാർത്ത കഴിഞ്ഞ് അതിൻ്റെ കട്ട പണിതുകൊണ്ടിരിക്കുക. അടുത്ത വർഷം മിക്കവാറും അവസാനമാകുമ്പോഴത്തേക്കും ഞങ്ങൾ, കാരണം ഈ പലരും ചോദിക്കുന്നുണ്ടേ നിങ്ങൾക്ക് കിടത്തി ചികിത്സയുണ്ടോ. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ ഇൻഹേലറുകൾ എടുത്തു, അല്ലെങ്കിൽ നെബുലൈസേഷൻ ചെയ്തു, ആൻറ്റിഹിസ്റ്റമിൻ കഴിച്ചു, ഗുളികൾ കഴിച്ചിട്ടൊന്നും ബൈപ്പാപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും പറയാതെ വരുന്നവർക്ക്, അപ്പോൾ നിങ്ങളുടെ IP യൂണിറ്റ് കിടത്തി ചികിത്സിക്കാനായിട്ട് അവർക്ക് കിടത്തി ഒരു 10 ദിവസം 5 ദിവസം കിടന്ന് അവർക്ക് ഒരു ആശ്വാസത്തോടു കൂടി പോകാനായിട്ട് ഏതാണ്ട് 25 ബെഡിൻ്റെ ഹോസ്പിറ്റൽ ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുക. അടുത്ത വർഷം അവസാനമാകുമ്പോഴത്തേക്കും അത് ഇനാഗുറേഷൻ. ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.